ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്തുന്നത് UTL സോളാറിൻ്റെ, അതായത് നോൺ സോളാർ ഇൻവെർട്ടർ. നമ്മളൊരു ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കതിനകത്ത് എന്തൊക്കെ ഗുണങ്ങൾ വേണം എന്നുള്ളതിനെക്കുറിച്ച്, അതായത് ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് UTLൻ്റെ TQ1212 എന്ന് പറയുന്ന ഈ മോഡലാണ്. അപ്പോൾ ഇതിനകത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഇൻവെർട്ടറിൻ്റെ പാക്കിങ് നമ്മൾ തുറക്കുമ്പോൾ കാണുന്നത്, ഇനി നമുക്കിത് എടുത്തു കഴിയുമ്പോൾ പ്ലാസ്റ്റിക് കവറിനകത്താണ്. എടുത്തു കഴിയുമ്പോൾ നമുക്ക് വാറണ്ടി കാർഡ് നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറഞ്ഞാൽ ദാണ്ടെ ഇതുപോലെയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് UTL ടെക്നിയ എന്ന് പറയുന്ന ആ ഒരു ലേബൽ ഇവിടെ ഉണ്ട്, അവരുടെ എംബ്ലവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഹീലിയാക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഗാമ പ്ലസ്, ആ ഒരു മോഡലിൻ്റെ ആ ഒരു ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ സ്ക്രോൾ ചെയ്ത് എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റെഡ് ബട്ടണാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഇതിനകത്താണ്. ഏറ്റവും മുകളിലത്തെ ബട്ടണാണ് നമ്മുടെ IT മോഡ്. കമ്പ്യൂട്ടർ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ബെറ്ററാണ് ഈ ഒരു മോഡ്. ഇത് എനേബിൾ ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇതിൻ്റെ ഇവിടെ മുകളിൽ, അതായത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഈ ടോപ്പ് സൈഡിൽ ഈ ഒരു കോർണറിലായിട്ട് കമ്പനി ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്. ഇതിൻ്റെ എറർ കോഡുകൾ, ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ഇതൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ഈ സ്വിച്ചിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്വിച്ച്, അതായത് നമുക്ക് SMF ബാറ്ററിയും 2 വീലർ ബാറ്ററിയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഓൺ ഓഫ് സ്വിച്ച്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൂസ്റ്റ് ചാർജിങ് ഉണ്ട്. അതായത് നോർമലി നമ്മുടെ ഇൻവെർട്ടറുകൾ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 10 ആംപിയർ അല്ലെങ്കിൽ 15 ആംപിയർ ഒക്കെയാണ് നമ്മുടെ നോർമലി ഇൻവെർട്ടറുകൾ ചാർജിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആംപിയർ അല്ല, അത് 15 ആംപിയർ ആണ് ചാർജിങ്ങിൽ വരുന്നെങ്കിൽ നമുക്ക് 5 ആംപിയറും കൂടെ ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്നിപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം കണക്ട് ചെയ്യുന്നത് 200 AHൻ്റെ ഈസ്റ്റ്മാൻ്റെ ബാറ്ററിയാണ് ഇതിനോടൊപ്പം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ബൂസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ സഡനായിട്ട് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ നമുക്ക് ജനറേറ്ററിൽ നിന്ന് നമ്മുടെ വീട്ടിൽ കറണ്ട് എടുക്കുന്നു എങ്കിൽ നമുക്ക് ആ ജനറേറ്ററും ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഈ ഒരു മോഡലും അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഇറക്കുന്ന ആ ഒരു അവരുടെ ആ ഒരു ഫോർമാറ്റും ടെക്നോളജിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതാണ്. കാരണം കഴിഞ്ഞാൽ ജനറേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് ബട്ടൺ DG മോഡെന്നാണ് ഇതിന് കമ്പനി മെൻഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ DG മോഡ് നമ്മൾ എനേബിൾ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ജനറേറ്ററിൽ നമുക്കിത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റ് ഉപകരണങ്ങളൊക്കെ ഇതിനകത്തൂടെ കൊടുക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. അതാണ് അത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ഈ UTL എന്ന് പറയുന്ന ബ്രാൻഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട്, വിശ്വസിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അതിൻ്റെ ഒരു കസ്റ്റമർ കെയർ നമ്പർ, അതായത് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് വാട്സപ്പിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ പുറകിലത്തെ ഒരു സീരിയൽ നമ്പറുണ്ട്. ഈ സീരിയൽ നമ്പർ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സീരിയൽ നമ്പർ നമ്മൾ ഇത് കണ്ടോ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ സീരിയൽ നമ്പർ നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മുടെ ഡിസ്പ്ലേയിൽ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു അഡ്രസ്സും കാര്യങ്ങളും, അതായത് നമ്മുടെ നിലവിലുള്ള പ്രസൻറ്റ് അഡ്രസ്സ്, നമ്മുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ, പിൻ നമ്പർ, ഈ ഒരു കാര്യങ്ങളും ലൊക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്താൽ വാട്സപ്പ് വഴി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഈ സിസ്റ്റം റിപ്പയർ ചെയ്തിട്ട് പോകുന്നതായിരിക്കും. അതാണ് നോർമലി ഈ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇത് നോർമലി 2 വർഷം വാറണ്ടിയാണ് നമുക്ക് കമ്പനി തരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് 3 വർഷം വാറണ്ടിയാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വാറണ്ടി കാർഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം 3 വർഷം വാറണ്ടിയാണ് കമ്പനി ഇവിടെ തന്നിരിക്കുന്നത്. നോർമലി നമുക്ക് 2 വർഷത്തേക്കായിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 16 ആംസും
സോക്കറ്റ് നമുക്ക് തരുന്നുണ്ട്. 16 ഉണ്ട്, അതിൻ്റെ ചെറുതുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ പിന്നാണ് ഇത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ ചാർജിൽ കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു റീസെറ്റ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓവർലോഡ് വരുവാന്നുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് AC ഇൻപുട്ട് കേബിളാണ്. അതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പിന്നും കേബിളും ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും. ഈ ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ കമ്പനി നല്ല ഹാർഡാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അതായത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കേബിളാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കണക്കെ ഇതൊരു 15 ആമ്പിയറിലും 20 ആമ്പിയറിലും ഒക്കെ ചാർജ് ചെയ്താലും ആ ഒരു കേബിൾ കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടി അത്ര ക്വാളിറ്റി ആയിട്ടുള്ള കേബിൾ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. കാരണം നമ്മുടെ DC കേബിളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ഇൻസുലേറ്റഡ് ആയിട്ടുള്ളതും മസ്റ്റായിട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കേബിൾ അവർ നല്ല ക്വാളിറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ഇതിനകത്ത് ബാറ്ററിക്ക് വേണ്ടി ഫ്യൂസ് സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂസ് ഇൻ കേസ് ഫ്യൂസ് വല്ലതും പോകുകയാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈ ഫ്യൂസ് റിമൂവ് ചെയ്തിട്ട് അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനൊരു കൂളിംഗ് ഫാൻ കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഫാൻ ഇതിൻ്റെ ഒരെണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ഹീലിയാക്കിനകത്തും ഗാമ പ്ലസിനകത്തും ഒക്കെ 2 വരുന്നുണ്ട്. കാരണം ഇൻബിൽട്ട് MPPT ഇൻബിൽട്ട് PWM ചാർജറൊക്കെ വരുന്നത് കൊണ്ട് അതിനകത്ത് 2 കൂളിംഗ് ഫാൻ വരും. പക്ഷേ നോർമലി നമുക്ക് ഒരു നോൺ സോളാർ ഇൻവെർട്ടർ, ഒരു നോർമൽ ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കൂളിംഗ് ഫാനാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിനെ കുറിച്ച് കൂടുതൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ഇതിനകത്ത് ഇനി അഡ്വാൻസ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ബസർ അലാറം മസ്റ്റായിട്ടും കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് KSEBയുടെ ലൈൻ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ബസർ അടിക്കും. അതുപോലെ തന്നെ കറണ്ട് വരുന്ന സമയത്ത്, അതായത് KSEBയുടെ ലൈന് പോകുന്നു വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബസർ അടിക്കും. അതായത് വളരെ മൈന്യൂട്ടായിട്ട് പോയിട്ട് വരുന്ന സമയത്ത് പോലും നമുക്ക് ആ ഒരു എന്താ പറയുക ബസർ അലാറം നമുക്ക് ഇതിനകത്ത് കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് അലാറമുണ്ട്, ലോ വോൾട്ടേജ് അലാറവും ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ KSEBയുടെ പോസ്റ്റിൽ നിന്ന് നമ്മുടെ ലൈനൊക്കെ എന്ന് പറഞ്ഞാൽ ആ കമ്പി അലൂമിനിയം കമ്പിയിലാണ് പിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ലൂസ് കോൺടാക്റ്റ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്ലാവ് പിടിക്കുന്ന സമയത്തൊക്കെ മഴ പെയ്ത് കഴിയുമ്പോൾ ക്ലാവ് ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അത് അന്നേരം സമയത്ത് ഇതിന് എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻസ് വരുന്ന സമയത്ത് ഇതിനകത്ത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് അലാറം ബസർ അലാറം തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് മെൻഷൻ ചെയ്തത് കാണാം. ലോ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ അതിനകത്ത് അവിടെ എഴുതി കാണിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ KSEBയിൽ നമ്മുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാന്നുണ്ട്. അവർ വന്നിട്ട് ആ പോസ്റ്റേ കയറി അതിൻ്റെ ആ ഒരു കമ്പി ടൈറ്റ് ചെയ്ത് മുറുക്കി കെട്ടിയിട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കംപ്ലയിൻറ്റ് നമ്മളറിയാതെ പോകുന്ന കംപ്ലയിൻ്റാണ് ഈ വോൾട്ടേജ് കുറഞ്ഞു വരുന്നതും കൂടി വരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് ഈ ഒരു സിസ്റ്റം നമ്മളെ അലാറം കേൾപ്പിച്ച് തരും. അപ്പോൾ ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് അലാറം ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ ലോ വോൾട്ടേജും അലാറും ഇതിനകത്ത് വരും. ബാറ്ററി നമ്മൾ എന്താ പറയുന്നത് വോൾട്ടേജ് തീർന്നു പോകുന്ന സമയത്ത് സാധാരണ നോർമലി നമ്മൾ 10.5 വരെയാണ് ബാറ്ററിയുടെ വോൾട്ടേജ് എടുക്കാനായിട്ട് സെറ്റിങ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ബാറ്ററി കട്ട് ഓഫ് ആകുന്ന സമയത്തും അലാറം ഇതിനകത്ത് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കാരണം എല്ലാം ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് എല്ലാം സിസ്റ്റം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. പിന്നെ ബാറ്ററിയുടെ ചാർജിങ് എത്ര ആമ്പിയറിലാണ് ചാർജ് ആവുന്നത്, ബാറ്ററിയുടെ വോൾട്ടേജ്, അതുപോലെ തന്നെ നമ്മുടെ ലൈനിലെ ഹെഡ്സ്. നമുക്ക് നോർമലി നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ 50 ഹെഡ്സാണ്. ആ 50 ഹെഡ്സിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് 49.9 ആണ്, അത് 50 ആണ് 50. അപ്പോൾ അങ്ങനെ ആ ഒരു ഹെഡ്സ്, ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ബാറ്ററി വോൾട്ടേജ്, ബാറ്ററി ചാർജിങ് ആംബിയർ, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. UTL ടെക്നിയ 1212 എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.